100% ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും തുറന്നു പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ സുരക്ഷിതയാണെന്ന്. ഞാൻ ഒരിക്കലും ഷിംജിതയുടെ ഭാഗം പിടിച്ച് പറയുമല്ലോ. പക്ഷെ എന്നിരുന്നാലും ഈ പെൺകുട്ടി വീഡിയോ എടുത്തത് തന്നെ ഒരു പ്രൂഫിന് വേണ്ടിയാണ്. ഇപ്പൊ എനിക്കാണെങ്കിലും ബസ്സിൽ കയറി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി ഉണ്ടാവും. അത് സമൂഹ മാധ്യമങ്ങളിൽ ദുരുദ്ദേശത്തോടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നതാണ്. എല്ലാ പുരുഷന്മാരും പറയുന്നത് എന്താന്ന് വെച്ചാല് ഇനി ഇവരെങ്ങനെ മനസമാധാനമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഷിംജിത മുസ്തഫിനെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഇപ്പൊ ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത വരുന്നുണ്ടായിരുന്നു, ഈ ഷിംജിത വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നാലെയാണ് ഇന്ന് ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഷിംജിതനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, ഇത് സംഭവം എന്ന് വെച്ചാല് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഇന്ന് ഇരുത്തി ചിന്തിപ്പിച്ച സംഭവമായിരുന്നു. സ്ത്രീകൾക്ക് നിയമം അനുകൂലം നൽകുന്നു അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നതിനൊപ്പം ചേർത്ത് വായിക്കാം, അത് പുരുഷനെതിരെ ഉള്ള ഒരു ആയുധം ആവരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ആശ്വാസകരമായൊരു വാർത്തയാണ് വരുന്നത്. ഈ സ്ത്രീ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു. വടകരയിലെ ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഒരു സംഗതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇവർക്കെതിരെ പുറത്തിറക്കിയിരുന്നു. കാരണം ഇവരെ വിദേശത്തേക്ക് കടന്നു കളയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഈ ദീപകിൻ്റെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം തെളിവ് നശിക്കപ്പെടും, രാഷ്ട്രീയ പ്രവർത്തകയാണ്, അറസ്റ്റ് വൈകിപ്പിക്കരുത് എന്നൊക്കെ തരത്തിൽ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവരുടെ ദീപകിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് മുമ്പേന്ന് വെച്ചാൽ ഉത്തരമേഖല DIGയോട് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു പോയി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതിന് പ്രകാരം പോലീസ് വീട്ടിലെത്തി അവരുടെ മൊഴിയൊക്കെ എടുക്കുന്ന ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും ഈ അറസ്റ്റ് വൈകുന്നത് ഷിംജിതയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യതയൊരുക്കുമോ എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി ഷിംജിത കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നാളെയാണ് പരിഗണിക്കാൻ വെച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പേ പോലീസ് ആ ഒരു ജാമ്യം കിട്ടിയേക്കുമായിരുന്നു അല്ലേ? ജാമ്യം കിട്ടിയേക്കുമോ എന്ന് വ്യക്തമല്ല, കോടതി കാര്യമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ജനരോഷം നല്ല പോലെ ഉണ്ടാവുമായിരുന്നു, അത് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇപ്പോൾ അവിടുത്തെ ഒരു സീൻ എന്ന് പറയുന്നത് ഷിംജിതയെ അറസ്റ്റ് ചെയ്തു. വടകരയിലെ ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അവരെ കൊയിലാണ്ടി ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അറിയാം എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് കൊണ്ടുപോയത്. പ്രൈവറ്റ് വെഹിക്കിളിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ ഷിംജിത അവിടുത്തെ ഒരു ലീഗ് പ്രവർത്തകയാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്, പഞ്ചായത്ത് മെമ്പറായിരുന്നു, അരീക്കോട് പഞ്ചായത്ത് കഴിഞ്ഞിട്ട് മെമ്പറും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ആ പ്രദേശത്ത് നന്നായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഷിംജിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടായിരിക്കാം. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയാൽ അത് എതിർക്കുമെന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ അവിടെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുരക്ഷ മുൻനിർത്തിയായിരിക്കാം പോലീസ് കൃത്യമായ നടപടികളിലൂടെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ ആ നടപടികളൊക്കെ പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായി ഷിംജിതയെ ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഷിംജിതയുടെ ഫോണിൽ നിന്ന് ആ വിഷ്വലുകൾ, ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്, തെളിവ് നശിപ്പിക്കരുത് എന്നൊക്കെ പോലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഷിംജിത ആ ഒരു തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബസ്സിൽ വെച്ച് താൻ ഇരയായി എന്ന ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് കാര്യങ്ങൾ ഗുരുതരമായി പോകുന്നു. ആദ്യം പോലീസ് കേസെടുത്തത് ഒരു അത്ര സ്ട്രോങ് ആയില്ല എന്ന തരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് നരഹത്യ കുറ്റത്തിന് കേസെടുത്തത്. അപ്പോൾ 10 വർഷം തടവ് കിട്ടാവുന്ന, പിഴയും കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് ആ ഒരു വകുപ്പോടി ചേർത്തപ്പോൾ ആ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആയി. അപ്പോൾ ഷിംജിത എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ബന്ധുവീട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു. പക്ഷെ പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്തു. പക്ഷെ ഇത്രയും ആൾക്കെതിരെ ഇത്രയും സൈബർ ആക്രമണങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. തീർച്ചയായിട്ടും. കാരണം അതൊരു കേവലം ഒരു പോസ്റ്റിൻ്റെ, ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റൽ വൈറലാക്കുന്ന അത്തരത്തിലൊന്നും ആയിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയിരിക്കുന്നത്. അത് കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം അതിൽ ഉറപ്പാക്കിയില്ലെങ്കിൽ അതൊരു മാതൃക ആവില്ല. ഈ ഒരു കേസ് നാളെ മാതൃകയാവണം. ഇത്തരത്തിൽ ചിന്തിക്കുന്നവരോട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കബളിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഇതൊരു മാതൃകയാവണം. ഇത് മാതൃകയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ ഒരു നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ സ്ത്രീകൾക്കെതിരായി ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്ന് ഇത് സമ്മതിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും സ്ത്രീകൾക്കെതിരെ
മറുപക്ഷത്ത് ഒരുപാട് അതിക്രമങ്ങൾ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരുപാട് കേസുകളും ഇതൊക്കെ വന്ന് തൂക്കുകയറൊക്കെ വരെ വന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മളെ കോടതിയുടെ ആപ്തവാക്യം എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. കൃത്യമായ അന്വേഷണം പോലീസ് നടത്തി വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്ന അല്ലമീൻ എന്ന് പറഞ്ഞ ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ദീപക് ഒരു സെയിൽസ്മാൻ ആയിരുന്നു, തുണിക്കടയിലെ സെയിൽസ്മാൻ ആയിരുന്നു. അദ്ദേഹം തന്നെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ബസ്സിൽ CCTV ഉണ്ടായിരുന്നു. ആ CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. സംശയാസ്പദമായ കാര്യങ്ങളൊന്നും ആ CCTV ഇല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഷിംജിതയുടെ വിഷ്വലും നമ്മൾ കണ്ടു. അതും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിനെ കീറി മുറിച്ച് വിഷ്വലൊക്കെ കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലും അത് സംശയാസ്പദമായി ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ ഷിംജിതയുടെ ആരോപണം മാത്രമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു വയോധികരായ മാതാപിതാക്കൾക്ക് തുണയാവേണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. അത് മാതൃകയാവണം. ഷിംജിതയെ ഒരു തെറ്റുകാരിയാണെങ്കിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഈ ഒരു കേസ് വന്ന് ദീപക് മരിച്ചു, ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണിത്. പക്ഷെ എന്നിരുന്നാലും ബസ്സിൽ കയറണമെങ്കിൽ ഇനി പുരുഷന്മാർ കാർബോർഡ് നടുക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ട്രോളുകളായി കണ്ടാൽ മതി. പക്ഷെ എന്നിരുന്നാലും ഇത് പുരുഷന്മാർക്കെതിരെ വന്നൊരു സംഭവമാണ്, എന്നിട്ടും അവര് തന്നെ ഇത് ട്രോളായിട്ട് ഇറക്കുന്നത്. അല്ല, ട്രോളായി കാണാൻ നമ്മൾ പഠിക്കണമെന്നാണ്. പക്ഷെ വിഷയത്തിന്റെ സീരിയസ്, ആ ട്രോളുകൾ കൂടി ഉദ്ദേശിക്കുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയം മാത്രം എടുത്തിട്ട് ട്രോളുകളായി കാണുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും 100% നന്മയുള്ളവരാണ്, ഒരു സമൂഹമാകും, അത് ഒരിക്കലും അല്ല. പക്ഷെ ഞാൻ പറയുന്നത്, സ്ത്രീകൾക്കെതിരെയും ഒരുപാട് അതിക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഇപ്പൊ ഈ പെൺകുട്ടി ഈ വീഡിയോ, ഞാൻ ഒരിക്കലും ഷിംജിതയുടെ ഭാഗം പിടിച്ച് പറയുമല്ല, പക്ഷെ എന്നിരുന്നാലും ഈ പെൺകുട്ടി വീഡിയോ എടുത്തത് തന്നെ ഒരു പ്രൂഫിന് വേണ്ടിയാണ്. അതായത് പലരും മടിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഇതൊരു എന്താ പറയാ, വെറും ഒരു ആരോപണം മാത്രമാണെങ്കിലും നേരെ മറിച്ച് ഇതുപോലെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. പേടിച്ചിട്ട് വീഡിയോ എടുക്കാത്തവരും ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം വന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാല് പ്രൂഫ് ഇല്ലെന്ന് പറഞ്ഞ് പലരും വിശ്വസിക്കുകയില്ല. ഞാൻ അതിന് മറുചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഷിംജിതയ്ക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസമുള്ള പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള ഷിംജിത മുസ്തഫയെ പറ്റി ഞാൻ പറയുന്നത്, അവർക്കൊന്ന് ബഹളം ഉണ്ടാക്കിയ ബസ്സിലെ അല്ലെങ്കിൽ സഹയാത്രികരോടൊന്ന് പറയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഈ ഷിംജിതയുടെ ഭാഗം പിടിച്ച് ഞാൻ ഒരിക്കലും പറയല. ഇവിടെ ഷിംജിത ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പ്രവൃത്തി ഇത് മോശം തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ശരിക്കും ഒരു പെൺകുട്ടിക്ക് ഇനി ഒരു ലൈംഗിക ആക്രമണം ഉണ്ടായാൽ ഇപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് അത് തുറന്നു പറയാൻ ആൾക്ക് മടിയും ഉണ്ടാവും. പക്ഷേ ഒരിക്കലുമല്ല. കേരളത്തിലെ സാമൂഹ്യ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ബസ്സിൽ പോയാൽ അനുജ തന്നെയാണെങ്കിൽ ഒരു മോശം ഇടപെടൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അല്ലെങ്കിൽ പ്രതികരിക്കാൻ മടിക്കുന്ന പലരും ഉണ്ട്. ഇപ്പൊ ഞാൻ മടിക്കരുതെന്നാണ് നമുക്ക് പറയാം. നമ്മളെ വീഡിയോ കാണുന്നവരെങ്കിലും അത് മനസ്സിലാക്കാം. അങ്ങനെ മടിക്കരുത്. നിയമം നിങ്ങൾക്ക് കാവലായി ഉണ്ട്, നിയമപാലകർ നിങ്ങൾക്ക് കാവലായി ഉണ്ട്. പക്ഷെ ഇനി അത് പേടിയായിരിക്കും സ്ത്രീകൾക്ക്. കാരണം എന്താണെന്ന് അല്ല, ഒരിക്കലും അത് ചേട്ടൻ പറയുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇനിയും നമ്മൾ ഇതുപോലൊരു ശരിക്കും ഇപ്പൊ എനിക്കാണെങ്കിലും ബസ്സിൽ കയറി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി ഉണ്ടാവും. കാരണം ഈ ഒരു കാര്യം മുൻനിർത്തിയിട്ട് എനിക്കൊരു മടി ഉണ്ടാവും. വീഡിയോ എടുക്കാൻ മടിക്കേണ്ടതില്ല, അതൊരു തെളിവ് തന്നെയാണ്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിൽ ദുരുദ്ദേശത്തോടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുവാണ്, അപ്പൊ ഇതുപോലെ ട്രോളുകളും കാര്യങ്ങളും വരും. ഇങ്ങനത്തെ ഒരു സംഭവം ഓർത്തിട്ട് ആളുകൾക്ക് പേടി തന്നെ ആയിരിക്കും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ. ഞാൻ എൻ്റെ ഒരു പക്ഷത്തിൽ ഈ ഒരു കേസ് കേരളത്തിന് നല്ല, ഭാരതത്തിന് തന്നെ, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു മാതൃകയാവണം. ഇത്തരത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അനുവാദമില്ലാതെ മിക്ക വിദേശ രാജ്യങ്ങളിലും അറബ് നാടുകളിലൊക്കെ നമ്മൾ അനുവാദമില്ലാതെ നമ്മളെ വിഷ്വല് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തവർക്ക് കടുത്ത ശിക്ഷയാണ്.
പക്ഷേ ഷൂട്ട് ചെയ്ത് അത് പോലീസിന് സമർപ്പിക്കാം, കുറ്റവാളി അല്ല എന്ന് അതിനൊരു തെളിവ് നമുക്കത് നിയമപാലകർക്ക് സമർപ്പിക്കാമായിരുന്നില്ല. പക്ഷേ ഷംജിദ ചെയ്തത് അതല്ല. ഷംജിദ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യുകയും തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് അത് വിഷ്വലുകൾ നമ്മളൊക്കെ കണ്ടപ്പോഴല്ലേ ഇതിൽ കാര്യമായി ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പോലീസ് CCTV പരിശോധിച്ചു, ബസ് ജീവനക്കാരുടെ മൊഴിയെടുത്തു, കൂടെ യാത്ര ചെയ്യുന്നവരുടെ മൊഴിയെടുത്തു. ഇതിലൊന്നും ആർക്കും ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നോ ഒന്നും പറയാൻ കഴിയുന്നില്ല. അതാണിപ്പോൾ ഈ സിറ്റുവേഷൻ. ബാക്കി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിലുള്ള കേസിൻ്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാവട്ടെ. അതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായി. അപ്പം എല്ലാ പുരുഷന്മാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവരെങ്ങനെ മനസമാധാനമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യും? അങ്ങനെയുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. പലരും ഇനി ബസ്സിൽ യാത്ര ചെയ്യാൻ ഞങ്ങളില്ല, പല ട്രോളുകളായും സീരിയസ് ആയിട്ടും പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇത്രയും നാളും ഇത് പേടിച്ച് തന്നെയാണ് സ്ത്രീകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത്രയും നാൾ ഇപ്പം ഞാനാണെങ്കിലും ബസ്സിൽ കയറാൻ നേരത്ത് ഇതുപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും എനിക്ക് ഒച്ച വെക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അവർക്ക് പ്രതികരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥയിൽ ഞാനും നിന്നിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും ഇതിലൂടെ പീഡനങ്ങളും അത്രയും ഇതുപോലത്തെ തോണ്ടലും ഇതൊക്കെ ആയിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതുപോലെ ഇനി മുതൽ നമ്മളെ വീഡിയോ കാണുന്നവരെങ്കിലും ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾക്ക് അപ്പോൾ ബഹളം വെക്കാം. അത് അവിടെ ആ ബസ്സാണെങ്കിൽ ബസ്സിൽ ജീവനക്കാരോട് പറയാമല്ലോ, സഹയാത്രികളോട് പറയാമല്ലോ, നിങ്ങൾ പ്രതികരിക്കണം. പക്ഷെ പലയിടത്തും എന്താ പറയാ, പലയിടത്തും ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് വരെ ആണെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ബസ്സിൽ നമ്മൾ ഒച്ച വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അല്ല, അപ്പോഴത്തെ സപ്പോർട്ട് നോക്കണ്ടാതെ നിങ്ങൾ നേരെ നിങ്ങളുടെ നിയമപാലകരുടെ അടുത്ത് പോലീസിൽ പോവുക. നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുക. ബാക്കി നടപടി അവരെടുത്തോളൂ. അപ്പം നമ്മളൊരു ബസ്സിൽ വെച്ച് ചേട്ടൻ പറഞ്ഞു അവിടെ ഉള്ളവരോട് പറയാം. അപ്പം നമ്മൾ ഒച്ച എടുക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനത്തെയും പല സിറ്റുവേഷൻ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു ഇതുപോലെ ഒച്ച എടുക്കാനോ എന്തെങ്കിലും ചെയ്യാനും ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാവരുടെയും അതൊക്കെ ഇപ്പൊ എല്ലാവരുടെയും മൈൻഡ് എല്ലാവരുടെയും ഒരു ഇത് ഒരുപോലെ ആവണമെന്നില്ല. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എല്ലാം പലതായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നത്. അങ്ങനെയും ഇതുണ്ടല്ലോ. വേറൊരു ഇപ്പൊ പറഞ്ഞോട് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മെൻസ് അസോസിയേഷൻ പ്രവർത്തകരൊക്കെ ദീപകിന്റെ വീട്ടിലെത്തിയിരുന്നു. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ അവിടെ എത്തുകയും അവർക്ക് ധനസഹായം കൊടുക്കുകയും പിന്നെ CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലെയുള്ള ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരാളെ മാത്രം അങ്ങനെ അല്ല, ഞാൻ ഒരിക്കലും ഇപ്പം ദീപകിനെ കുറ്റക്കാരനാക്കിയേ ഷിംജിതയുടെ ഭാഗം ചേർത്തും പറയേ ചെയ്യല്ല. ഞാൻ ഇപ്പൊ ഇതിനെതിരെ ഇപ്പൊ പൊതുസമൂഹത്തോട് ഞാൻ പറയാ, ഇപ്പൊ ഇതിനെതിരെ ഇതുപോലെ കുറെ എന്താ പറയാ കുറെ പേര് റിയാക്ട് ചെയ്ത വീഡിയോകളും കുറെ ഇതും വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഞാൻ പറയുവാണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായപ്പോ മാത്രം പുരുഷന്മാരിങ്ങനെ അവരെ നമ്മൾ സ്ത്രീകളെ പേടിക്കണം എന്നുള്ള സംഭവം ഇങ്ങനൊരു ഇടക്ക് മാത്രം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയുവാണ് എല്ലാ ദിവസവും നമ്മൾ പേടിച്ചു തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കേരളമാണ്, കൃത്യമായ നിയമസഭാ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ അല്ലെങ്കിൽ അത്രയും അനുകൂലമായ നിയമങ്ങളുള്ള സ്ഥലമാണ്. പക്ഷെ സ്ത്രീകൾ സുരക്ഷിതരാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും എല്ലാ തോന്നുന്നില്ല. ഒരു സ്ത്രീക്ക് അത് മുഴുവനായി 100% ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും തുറന്നു പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ സുരക്ഷിതയാണെന്ന്. നിങ്ങൾ അങ്ങനെ ആ വാദത്തെ ഞാൻ എതിർക്കും. കാരണം 98% പുരുഷന്മാരും പാവങ്ങളാണ്. നിങ്ങൾ ബാക്കി 2% ഹൈലൈറ്റ് ചെയ്തിട്ട് പുരുഷന്മാരെ മൊത്തം ഒന്നടങ്കം കുറ്റപ്പെടുത്തും. ഈ 100-ൽ 98 പേര് ഇപ്പോൾ അനുജ ബസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സഹായം വേണം, 98% പുരുഷന്മാരും ഒരു സഹോദരിയെ പോലെ കണ്ടുകൊണ്ട് സഹായിക്കുമെന്നാണ് പുരുഷന്മാരെ ഞാൻ തള്ളിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ സുരക്ഷിതയാണെന്നുള്ള ഒരു സംഭവത്തിൽ ഈ കേരളത്തിൽ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ പോലും സുരക്ഷിതയാണോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയും ഒരു 90% സ്ത്രീകളെങ്കിലും പറയും സുരക്ഷിതരല്ല എന്ന്. പൊതുബോധം മാറ്റണം. കാരണം പക്ഷെ അത് അവരനുഭവിക്കുന്നതുകൊണ്ട് അവർ പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഞാൻ സുരക്ഷിതയല്ല എന്ന് പറയുമല്ല, നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടും അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നതുകൊണ്ടും ആയിരിക്കും പറയുന്നത്. പറയുന്ന ഒരു മാനസികാവസ്ഥയോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരണമെന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്, പക്ഷെ നിങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. കൃത്യമായി പിന്നെ പ്രതികരിക്കാനുള്ള സമയത്ത് കൃത്യമായി പ്രതികരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 98% പുരുഷൻ അടുത്തിരിക്കുന്നൊരു മറ്റൊരു പുരുഷനോട് പറഞ്ഞു നോക്കി എനിക്കിങ്ങനെ ഒരു ഉപദ്രവമുണ്ട്, കൃത്യമായി അയാളായിരിക്കും അനുജയ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ സഹായിക്കാൻ ആദ്യം വരുന്നത്. ആ 2% ഏതൊരു സമൂഹത്തിലും ഉണ്ടല്ലോ, കെട്ടവരും നല്ലവരും.
കെട്ടവരുടെ കാര്യം നമുക്ക് വിടാം. അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പാവട്ടെ. ഇപ്പോൾ ഈ ഷിംജിത മുസ്തഫയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോടതിയിലാണ്. അപ്പോൾ കോടതി കാര്യമാണ്, കോടതി ഒരു നടപടി എടുക്കട്ടെ. നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അത് പറയാൻ സാധിക്കില്ല. എന്തായാലും കേരള സമൂഹത്തിന് ഈ ഒരു കേസ് മാതൃകയാവട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാം. തീർച്ചയായും.